അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മുടെ പച്ച ഓമയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ തോരനല്ല, മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമ്മൾ നല്ല നീളത്തിൽ അതുപോലെ അധികം കനമൊന്നും ഇല്ലാതെ ഒരു മീഡിയം കനത്തിൽ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൽച്ചട്ടിക്കകത്ത് നമ്മൾ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഈ ഓമയ്ക്ക ഒന്ന് വെന്തെടുക്കണം. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെയാണെ ഉണ്ടല്ലോ അധികം വേവില്ലാതെ അത് പെട്ടെന്ന് നല്ല വേവ് ഉള്ള സാധനമാണ്, പച്ചയല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് സ്വല്പം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനൊരു ഒരു കളറും ഭംഗിയൊക്കെ കിട്ടട്ടെ അല്ലേ. അപ്പൊ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇളക്കി എല്ലായിടത്തും ആ കളർ. അപ്പം ഒരു മഞ്ഞ കളറിലെ വെള്ളത്തിലേക്ക് നമുക്കിതിട്ട് ഒന്ന് വെന്തെടുക്കാം. ഇത് വളരെ കട്ടി കുറച്ചാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്, അത് കാരണം എളുപ്പമാവും. എന്തായാലും അവനവിടെ മുങ്ങി അവിടെ കിടന്ന് നമുക്കിനി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം നമുക്കിനി ഇത് മെഴുക്ക് പുരട്ടാനായിട്ട്. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി നന്നായിട്ട് വെന്തും കിട്ടും, എന്നാലും നല്ല പെരട്ടിയായിട്ട്. അപ്പൊ ഇതിനോട് ഇരുന്ന് വേഗട്ടെ. കാരണം ഇപ്പൊ നമ്മൾ ഓൾറെഡി അത്യാവശ്യം നല്ല തിളച്ച അതൊന്ന് വേകുന്ന അത്ര നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴേ നമ്മുടെ ഓമയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റവ് അങ്ങ് നിർത്തിയായിരുന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളെ വറ്റിട്ടൊന്നുമില്ല, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു പാൻ വെക്കാവേ. ആ പാനില് മെഴുക്ക് വറ്റാനായിട്ട് നല്ലതായിരിക്കും. നമ്മൾ പാൻ വെച്ച് തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ നമ്മൾ എളുപ്പത്തിന് ആയിക്കോട്ടെ എന്ന് വെച്ച് നേരത്തെ ഒഴിച്ചു. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് സ്വല്പം കടുക് നമുക്ക് കടുകുണ്ടെങ്കിൽ നമുക്ക് മെഴുക്ക് വരട്ടിക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിട്ട് നമ്മുടെ ഈ പാലിന്റെ ഒരു പരിപാടി എണ്ണ ഉള്ളിടത്തോട്ടാക്കി വരുന്നു. പക്ഷെ ഇത് മെഴുക്ക് വരട്ടാനായതുകൊണ്ടാണ് നമ്മൾ ഈ പാൻ തന്നെ എടുത്തു വെച്ചത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചീനച്ചട്ടിയായാലും മതിയായിരുന്നു. അപ്പോഴേ നമുക്കിനി ഇതിൻ്റെ അകത്തായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിനൊക്കെ ചേർക്കുന്ന പോലെ മഞ്ഞപ്പൊടി. അപ്പൊ അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഓമയ്ക്കയ്ക്ക് ഉപ്പ് ഉണ്ടോന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാവേ. ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇത് മുളക് പൊടിയൊക്കെ ചേർക്കുന്നോണ്ട് വേണമെങ്കിൽ ഒരു നുള്ളു കൂടെ കടുകെല്ലാം പൊട്ടി നമ്മളത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടി ഞാൻ പഞ്ചസാര മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് നമ്മൾ കാശ്മീരി പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇളക്കി കൊടുക്കണം, പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. കാശ്മീരി പൊടി അതുകൊണ്ട് സ്വല്പം കൂടുതലുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ ഓൾറെഡി നമ്മൾ വേവിച്ചത്. ഒരു നുള്ളൂടി ഈ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട്, കാരണം നമ്മുടെ മറ്റേ മുളക് പൊടിയാണെങ്കിൽ അപ്പൊ ഇത് നല്ലതായിട്ട് റെഡിയാക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതുണ്ടല്ലോ നമ്മുടെ ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് അരിപ്പ വെച്ചിട്ട് വെള്ളം ഇല്ലാതെ ഇങ്ങോട്ട് ഒഴിക്കാം. നമ്മൾ തീയെ സിമ്മിലോട്ട് ആക്കി കൊടുക്കണേ. ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ. ഇതിന്റെ കൂട്ടത്തിൽ സ്വല്പ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണേ. ഒരു രണ്ട് കറിവേപ്പില ഇട്ടേക്കാവേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് ഓൾറെഡി നമുക്ക് വെന്തിട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അധികം നേരം നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല. ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം ഒന്ന് ഇതാകുക. പിന്നെ നമുക്കൊരു അത്യാവശ്യം സ്വല്പം ഒരു നുള്ളു അതെ, നമ്മൾ ഉപ്പിട്ട് തന്നെ വേവിച്ചത്. അപ്പം അതുകൊണ്ട് അതിൻ്റെതായിട്ട് ഉള്ള രീതിയിൽ പിന്നെ നമ്മൾ ചേർക്കാവുള്ളൂ, ടേസ്റ്റ് ചെയ്തിട്ട്.
അപ്പൊ ഉപ്പുണ്ടോ നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കണം. നമുക്ക് ആ ഒരു ഒരു ടെക്സ്ചറിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തീയില്, ഒരുപാട് തീയായി കഴിഞ്ഞാല് സംഭവം അടിക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ തീയിൽ അതൊന്ന് നൂർത്ത് ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് അടച്ചു വെക്കാതെ. ഇപ്പൊ നമുക്ക് മറ്റേ ഉരുളക്കിഴങ്ങ് മെഴുകുവരട്ടി വെക്കുമ്പോഴത്തേക്ക് നമ്മള് സവോളയൊക്കെ ചേർക്കത്തില്ലേ, അതുപോലെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വളരെ വേഗം ചെയ്യാനും പറ്റും, മാത്രമല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ചില ആൾക്കാർക്ക് ഉള്ളി ഇഷ്ടമല്ല, അപ്പൊ ഉള്ളി ഇഷ്ടമില്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയായിരിക്കും. ഇതിനകത്തുള്ളൊരു സമയം ഇച്ചിരി എടുക്കുന്നത് പറഞ്ഞാൽ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കുന്ന. പിന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നതിന്റെ ആ ഒരു പ്രശ്നം വരത്തില്ല, ഇത് ഓമയ്ക്ക ആയതുകൊണ്ട്. എന്നാൽ ആ ടേസ്റ്റ് തന്നെ കിട്ടുകയും ഇതാണല്ലോ നമ്മുടെ വയറിനൊക്കെ ഒത്തിരി നല്ലൊരു ഓമയ്ക്ക. നമുക്കിത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് എത്രയും ഇത് ഫ്രൈ ആയി കിട്ടണമെന്ന് വെച്ചാൽ അതുപോലെ ആക്കിയെടുക്കാം, എത്രമാത്രം വേണമെന്ന് വെച്ചാൽ അല്ലേ. അതും കൂടെ ആയി കഴിയുമ്പോൾ സംഭവം സെറ്റായിരിക്കും. അപ്പൊ നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നല്ല ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം കുറച്ചുകൂടെ കൂടുതലിടാം, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില എന്തുമാത്രം വന്നാലും നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പം പച്ച ഓമയ്ക്ക കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് സംഭവം. പിന്നെ മറ്റേ സവോളയൊക്കെ ചേർത്ത് വേണേലും വെക്കാം. കഴിക്കാത്ത കുഞ്ഞുങ്ങളും കഴിക്കും, കാരണം ഇത് മെഴുകുവരട്ടി ആയതുകൊണ്ട്. അതെ അതെ. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഉണ്ട്, ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണൊക്കെ കൊണ്ട് ഒന്ന് ഓൺ ചെയ്ത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, പിന്നെ ഇതൊക്കെ അറിയാൻ പാലാത്ത ഒരുപാട് പേര് വേറെ കാണുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഒരു ഉപകാരമാകട്ടെ, നമുക്കും ഒരു ഉപകാരമാവും അവർക്കും ഒരു ഉപകാരമാവും, അത്തരമുള്ള കാര്യം. അപ്പം വീണ്ടും നല്ല വ്യത്യസ്തമായ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.